എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാരെ, വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാവരും ഒരു അധ്യയന വർഷത്തിൻ്റെ ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പഠനമൊക്കെ നല്ല രീതിയിൽ പോകുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്നേ ദിവസം പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ കേൾക്കുന്നത് ക്ലാസ്സിൽ നമ്മുടെ അധ്യാപകർ നമുക്ക് പറഞ്ഞു തരുന്നത് അത് നാം കേൾക്കുന്നുണ്ട്. വലിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ലെക്ചർ നോട്ട്സ് ചെറിയ പോയിൻറ്റുകളൊക്കെ കുറിച്ച് വെക്കാറുണ്ട്. എല്ലാം നമുക്ക് മനസ്സിലായി എന്ന് നമ്മൾ തലകുലുക്കിയൊക്കെ പോകാറുണ്ട്. എന്നാൽ പഠിച്ചതൊക്കെ ഒന്ന് കൃത്യമായി ഹൃദിസ്ഥമാക്കാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. നമ്മളെ കുറിച്ച് വെക്കുന്ന സാധനങ്ങൾ വൈകിട്ട് വീട്ടിലെത്തിയതിന് ശേഷം റഫ് ബുക്കിലായിരിക്കും നിങ്ങൾ കുറിക്കുന്നത്. അത് വൈകിട്ട് വീട്ടിലെത്തിയതിന് ശേഷം നോട്ട്ബുക്കിലേക്ക് കൃത്യമായി ഒന്ന് പകർത്തി എഴുതണം. നമ്മുടെ ഹിൻറ്റുകൾ പൂർണ്ണമാക്കി എഴുതുക. അതിനുശേഷം അതൊന്ന് വായിക്കണം. അത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ടോപ്പിക്ക് കൃത്യമായി മനസ്സിലാകും. നമ്മൾ ഇന്ന് കേട്ട ഒരു സാധനം ഇന്ന് തന്നെ എഴുതിയാൽ അത് അത്രത്തോളം ഗുണകരമാണ്. നാളെ ആകുമ്പോഴത്തേന് അതിൻ്റെ 50% നമ്മൾ മറന്നുപോകും. മറ്റേ നാളത്തേക്ക് മാറ്റി വെച്ചാൽ അതിൻ്റെ 75% നമ്മൾ മറന്നുപോകും. ഒരാഴ്ച കഴിഞ്ഞാൽ അന്ന് കേട്ടത് ഒരു കാര്യവുമില്ല, ഒന്നും ഓർക്കില്ല, എല്ലാം മറന്നുപോകും. അതിനാണ് എൻ്റെ പൊന്നുമക്കൾ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യുക. ഇന്ന് പഠിപ്പിക്കുന്ന കാര്യം അത് വീട്ടിൽ പോയി ഒരു തവണ എഴുതുക. പിന്നീടൊന്ന് അത് നോക്കുക, വായിച്ചു നോക്കുക. അതുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് അറിവുള്ളവരോട്, നിങ്ങളുടെ അധ്യാപകരോട് തന്നെ ചോദിച്ച് വീണ്ടും മനസ്സിലാക്കുക. ഇങ്ങനെ പഠിച്ചാൽ നമ്മൾ കൃത്യമായി ആ ടോപ്പിക്ക് ഹൃദിസ്ഥമാക്കും. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ വീട്ടിൽ ചെന്ന് എഴുതി വായിച്ച് പഠിക്കുവാൻ മറക്കരുത്. നമ്മുടെ ഈ അധ്യയന വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് മികച്ച വിജയം നേടുവാൻ സാധിക്കണം. വിജയത്തിലൂടെ നമുക്ക് നല്ലവരായി മാറാം, നന്മയുള്ള കുട്ടികളായി മാറാം.